പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ട് അടിച്ചു പോയിട്ടോ. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ പൊരി വെയിലത്തോടെ നടന്നിട്ടേ വേറെ ഒന്നുമില്ല, നല്ല തണുത്ത വെള്ളം മേടിച്ച് കുടിച്ചാണ്. തൊണ്ടയ്ക്ക് പണി കിട്ടി. സൗണ്ട് ഒട്ടും തന്നെ പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. എൻ്റെ പറഞ്ഞ ബസ്സിലൊക്കെ കയറിയിട്ട് ഓരോ സ്ഥലത്തിൻ്റെയൊക്കെ പേര് പറയാൻ പറഞ്ഞ പാടെങ്കിലും പുറത്തേക്ക് സൗണ്ട് ഒട്ടും വരുന്നില്ല. ഇപ്പം കുറച്ച് ബെറ്റർ ആയെന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ ഈ പരിപാടിക്ക് സൗണ്ട് ഇല്ലെങ്കിൽ അറിയാലോ, തീർന്നില്ലേ. അപ്പോൾ കന്യാകുമാരി ജില്ലയിലുള്ള നമ്മുടെ യാത്ര തുടരുവാണ്. ഇന്ന് വന്നേക്കുന്നത് ആറൽവായ്മൊഴി എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ആ കാണുന്ന വലിയ മല കണ്ടില്ലേ, വലിയ പാറകൾ, പാറക്കൂട്ടങ്ങൾ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിൻ്റെ ഏറ്റവും മുകളിലെത്തണം. അപ്പോൾ വെയിലാകുന്നതിന് മുന്നേ, മാക്സിമം വെയിലാകുന്നതിന് മുന്നേ എത്താമെന്ന് വിചാരിച്ചാണ് രാവിലെ ഇങ്ങോട്ട് കയറി വന്നത്. ഇപ്പം വെയിലായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇവിടെ നമുക്ക് താഴ്വാരത്താണ് നിൽക്കുന്നത്. ഇവിടെ ഒരു കോവിലുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കാണിച്ചു തരാവേ. അപ്പോൾ അവിടെ നിന്നാണ് സൂര്യൻ ഉദിച്ച് വരുന്നത്. ആ സൈഡ് ഡാർക്കാണ്. ഇവിടെ നോക്കി, വെസ്റ്റേൺ ഗട്ട്സ് അതിൻ്റെ താഴെ പരന്ന് കിടക്കണ വലിയൊരു ഏരിയ. അവിടെ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് വിൻഡ് മിൽസാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് മില്ലാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ നല്ല വ്യൂ കുറച്ച് മേളിലേക്ക് കയറുന്നതോടെ നമുക്ക് കിട്ടും. അപ്പോൾ അധികം വെയിൽ ആകുന്നതിന് മുന്നേ മേളിലേക്ക് കയറട്ടെ. ഏകദേശം ഒരു മണിക്കൂർ മേളിലെടുക്കുമായിരിക്കും മേളിൽ ചെല്ലാനായിട്ട്. ആറൽവായ്മൊഴി ടൗണിൽ നിന്ന് തുടങ്ങുന്ന വഴിയാണ്. അപ്പോൾ അവിടുന്ന് ആ ടൗണിൽ നിന്ന് കുറച്ച് ദൂരം കയറി വന്നാൽ നമുക്ക് ഈ ബേസിലെത്താം. അപ്പോൾ ഇവിടേക്ക് വരേണ്ട വഴിയൊക്കെ താഴെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. താഴെയും കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കണം. ഇതിവിടെ ഒരു ആർച്ചൊക്കെ കാണാം കേട്ടോ. മേലൊരു കോവിലുണ്ട്, കോവിലിൻ്റെ ആർച്ചാണ്. അപ്പോൾ നേരെ പോയാൽ മതിയെന്ന് തോന്നുന്നു. നമുക്ക് അവിടെയാണ് എത്തേണ്ടത്. മുന്നോട്ട് ഒരു വഴി അങ്ങ് പോകുന്ന കാണാം. വഴിയായിട്ടൊന്നുമില്ല, എന്നാൽ ചെറിയ വഴിയുടെ ഒരു അടയാളം നമുക്ക് കാണാം. അപ്പോഴേ കയറി പോകുന്ന വഴിക്കായിട്ട് ഏറ്റവും താഴെ ഇവിടെ ഒരു കോവിൽ കാണാം. ഇവിടുത്തെ പ്രതിഷ്ഠ കണ്ടോ, വിഗ്രഹങ്ങളല്ല, ഇങ്ങനെയുള്ള കുറേ സ്തൂപങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ വഴി എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇങ്ങനെയുള്ള വഴിയാണ് കേട്ടോ. ഇങ്ങനെ നടപ്പ് ചാല് പോലെ. പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. വലിയൊരു പാറയുടെ മേളിൽ അടിപൊളി. ഇത് അവിടെയാണ്, ആ കോവിലിൻ്റെ അടുത്താണ് നിന്നത് ഇൻട്രോ എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ചെതറിക്കിടക്കണ ഒരുപാട് കെട്ടിടങ്ങൾ നമുക്ക് കാണാം. ഇവിടെ എന്തായാലും ഈവനിങ് ആയിരിക്കും കേട്ടോ, അടിപൊളി. അപ്പം മേളിൽ വരെ ഇലക്ട്രിസിറ്റി പോകുന്നുണ്ട്. ഞാൻ രാവിലെ ഒന്നും തന്നെ കഴിച്ചില്ല കേട്ടോ. നേരെ ടൗണിൽ ഇറങ്ങി നേരെ അങ്ങ് പോരുകയാണ് ചെയ്തത്. പിന്നെ ഏത്തപ്പഴം മേടിച്ചിട്ടുണ്ട്, 2 ബോട്ടിൽ വെള്ളവും മേടിച്ചിട്ടുണ്ട്. അല്ലാതെ ഒന്നും തന്നെ ഇല്ല. വെള്ളം ഒന്നുമില്ലാതെ ആരും എൻ്റെ മേളിലേക്ക് കയറി വന്നേക്കരുത്. പ്രത്യേകിച്ച് ഈ ഒരു വേനൽ ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആവും. അപ്പോൾ ആറൽവായ്മൊഴിയിലേക്ക് എങ്ങനെയാണ് വരേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. നമ്മുടെ യാത്ര പതിവ് പോലെ നാഗർകോവിൽ വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവിടുന്ന് തൂത്തുക്കുടി പോകുന്ന ബസ്സിൽ കയറിയിട്ട് ഇവിടെ ഇറങ്ങുകയാണ് ചെയ്തത്. ആറൽവായ്മൊഴി ടൗണിൽ ഒരു 13 കിലോമീറ്റർ ദൂരം, ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും കേട്ടോ. 13 രൂപയാണ് ടിക്കറ്റ്. ബസ് ഒത്തിരി ഉണ്ട്. ഈ റൂട്ടിൽ ഒരുപാട് ബസ് സർവീസ് നടത്തുന്നുണ്ട്. ആ മേളിലേക്ക് പോകാനായിട്ട് വഴി തെറ്റുമെന്നൊന്നും പേടിക്കണ്ട. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇങ്ങനെ കല്ലുകളിലൊക്കെ ആരോ മാർക്ക് ഇട്ടേക്കുന്നതാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ഇത് നല്ല രീതിയിൽ കാറ്റ് വീശുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് ആ വിൻഡ് മില്ലുകളെല്ലാം അവിടെ കൊണ്ട് സ്ഥാപിച്ചേക്കുന്നത്. അപ്പോൾ നാലോചിക്ക് എന്തോരം ഉണ്ടായിരിക്കും കാറ്റിൻ്റെ ഒരു തീവ്രത. നമ്മളെ പറപ്പിച്ചുകൊണ്ട് പോകും. ആരുമില്ല കേട്ടോ. കമ്പനി ആരെങ്കിലും കിട്ടുമായിരുന്നെങ്കിലേ മിണ്ടിയും പറഞ്ഞ് പോകാമായിരുന്നു. മൃഗങ്ങളൊക്കെ ഉണ്ടോയെന്നാണ് ചെറിയൊരു ആശങ്ക. കാണാൻ സാധ്യത കുറവായിരിക്കും. പന്നി അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. ഇവിടെ ആടുകളൊക്കെ മേനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഗുഹ നമുക്ക് കാണാം. ഗുഹയാണോ? ചെറിയൊരു ഗുഹയാണുള്ളത്. ഓ, നല്ല തണുപ്പ്. എൻ്റെ പൊന്ന്, എന്നെ കാറ്റാന്ന് നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ വിശ്രമിക്കാനായിട്ട് കയറി ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്, വെയിൽ കൊള്ളാതെ. ഇനിയിപ്പോൾ നല്ല വെയിലാണെന്നുണ്ടെങ്കിലും പേടിക്കൊന്നും വേണ്ട. പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള പാറയിടുക്കുകളൊക്കെ ഉണ്ട്, പിന്നെ കുറ്റിക്കാടുകളൊക്കെ ഉണ്ട്. അവിടെ കയറി നിന്നാൽ മതി. അതിൻ്റെ അകത്ത് പാമ്പും പഴുതാരൊക്കെ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കയറി ഇരിക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. അടിപൊളി. പക്ഷേ കാറ്റാടികൾ ഏറ്റവും കൂടുതലുള്ള ഏരിയയിലാണ്. അവിടെയാണ് ലൈറ്റ്. അതുകൊണ്ട് അവിടെ നമുക്ക് ഡാർക്കായി കിടക്കണോണ്ടേ നല്ലൊരു കാഴ്ചയല്ല കിട്ടുന്നത്. അപ്പോൾ ഈ ആറൽവായ്മൊഴിയെ കുറിച്ച് കുറേ ചരിത്രങ്ങളും കഥകളും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ താഴെ ഇറങ്ങിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. കയറുമ്പോൾ പറഞ്ഞിട്ട് പോയാൽ ശരിയാവില്ല. അതാണ് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ആയിട്ട് പണിതിട്ടേക്കുന്നുണ്ടോ.
തമിഴ്നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ആവാരം പൂവ്, ആവാരം ചെടി അതിവിടെ ഉണ്ടേ. അപ്പോൾ ആവാരം പൂവിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംശയമുള്ളവർക്ക് ഗൂഗിളിൽ നോക്കിയാൽ മതി. അതുപോലെ തന്നെ കള്ളിമുൾ ചെടികൾ ഇത് കണ്ടില്ലേ, കള്ളിമുൾ ചെടിയുടെ ഇലയിലൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കയറുന്നവർ അവരുടെ സിഗ്നേച്ചർ മാർക്ക് ചെയ്തിട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ പൊതുവെ കാണുന്ന മുൾച്ചെടികൾ, ഇതുപോലത്തെ ഇഞ്ചിപ്പുല്ലാണോ, തൈലപ്പുല്ല് അത് തന്നെ, തൈലപ്പുല്ലുകൾ അതുണ്ട്. പിന്നെ ചെറിയ വൃക്ഷങ്ങൾ, ഈ വെസ്റ്റേൺ ഗട്ട്സിൽ സാധാരണ കാണുന്ന രീതിയിലുള്ള സസ്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. സേഫാണേ, കുഴപ്പമൊന്നുമില്ല. പിന്നെ കമ്പനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ തന്നെ പോകുന്നേക്കാളും. വഴി തെറ്റിയിട്ടോ, ഞാൻ ആ തണൽ കണ്ടിട്ട് നേരെ അങ്ങ് പോയതാണ്. ഇവിടെ ആരോ മാർക്ക് കണ്ടില്ലേ, ചെറിയ കല്ലുകളിൽ വരെ ആരോ മാർക്കുണ്ട്. കണ്ടോ, മുകളിലേക്ക് വന്നപ്പോൾ തന്നെ വഴിയുടെ ഒരു കണ്ടീഷൻ കണ്ടോ, ഇങ്ങനെ ചെറിയൊരു നടപ്പ് ചാല് മാത്രമേ ഉള്ളൂ. എൻ്റെ പൊന്നോ, ഇങ്ങനെയുള്ള ഈ മരത്തണലുകളൊക്കെ ഭയങ്കര അനുഗ്രഹമാണ് കേട്ടോ. കാരണം വെയിൽ കൊണ്ടുവരുമ്പോഴത്തേനും, എൻ്റെ പൊന്നോ, ഈ സ്ഥലം നോക്കേ, നല്ല തണലും. എന്തായാലും ഈ സ്ഥലം കണ്ട സ്ഥിതിക്ക് അല്പം നേരം ഇവിടെ ഇരുന്ന് പഴമൊക്കെ കഴിച്ചിട്ട് പോവാം. നല്ല തണുപ്പ്. ആ ചൂടത്തുനിന്ന് കയറിയപ്പോഴത്തേന് ഇതുപോലെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കരുതിയിട്ട് വേണം വരാൻ. അപ്പോൾ അങ്ങനെ നടന്ന് ഏകദേശം ആ മലയുടെ ടോപ്പിൽ എത്തിയെന്ന് പറയാം കേട്ടോ. അതെ, അവിടെ എഴുതി ചെന്നൊക്കെ മുരുക വർഗ എന്നല്ലേ. അപ്പോൾ ഇനി മേളിലേക്കുള്ള വഴി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഹാൻഡ് റെയിലൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ താഴെ നിന്നുണ്ട പാറയില്ലേ, ആ പാറയുടെ മേളിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ആരോ ഫോളോ ചെയ്തു തന്നെ കേട്ടോ. ചില സ്ഥലത്ത് വഴി അത്ര ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ ആരോ നോക്കിയാൽ മതി, ആരോ ചെറിയ കല്ലുകളിൽ വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ത്രൂ ഔട്ട് ഉണ്ട്. അപ്പോൾ അത് മാത്രം നോക്കി പോന്നാൽ മതി. എൻ്റെ അമ്മേ, ഇത് കണ്ടില്ലേ, പിടിച്ച് കയറാനായിട്ട് ഇവിടെ ഹാൻഡ് റെയിലൊക്കെ കൊടുത്തുണ്ട്. ഇവിടെ വലിയൊരു പേരാല് വളർന്നു നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രതിഷ്ഠ ഗണേശ. പാറയിലെ സ്റ്റെപ്പുകൾ കൊത്തി വെച്ചേക്കുന്നുണ്ടോ. ഈ മഴ ടൈമിൽ ഉപകാരപ്പെടും ഈ ഹാൻഡ് റെയിലും എല്ലാം. എൻ്റെ അമ്മോ, അടിപൊളിയാണ് കേട്ടോ. വർത്താണ് അതിൻ്റെ മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ. ഇതൊക്കെ ഈ പാറയുടെ മുകളിലായിട്ടൊരു കുളം, ചെറിയൊരു കുളമാണ്, നിറയെ വെള്ളമുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിൽ മുരുകൻ കോവിൽ. ഇടയ്ക്ക് പെയിൻ്റ് അടിച്ചതാണ്, ഇളം കടും വർണ്ണങ്ങളുടെ കോമ്പിനേഷൻ. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കയറി വന്നപ്പോഴത്തേനും ഈ ഒരു ടൈം ആയതുകൊണ്ടാണോ, ലൈറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എനിക്ക് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ഈവനിങ് ടൈമിൽ കയറി വരുന്നതായിരിക്കും സൺസെറ്റൊക്കെ കാണാനായിട്ട്. അല്ല ഏർലി മോർണിംഗ് വരണം, സൂര്യനേക്ക് ഉദിക്കുന്നതിന് മുന്നേ. ഇപ്പോൾ എന്തോ പോലെ മൊത്തം മൂടിക്കിടക്കണതുകൊണ്ട് ആ ഏരിയ ഒന്നും അത്ര വിസിബിളല്ല. ഇവിടെ നിന്നുള്ള ഒരു പ്രത്യേകിച്ചുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ആ വിൻഡ് മിൽസിൻ്റെ കാഴ്ച ചേർന്നു. ആ കാറ്റാടികളെല്ലാം തന്നെ ഇപ്പോൾ കാണത്തില്ല കേട്ടോ. മൊത്തം ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീരദേശ വിൻഡ് മിൽസാണ്. മുപ്പന്തൽ വിൻഡ് മിൽസ് എന്നാണ് അറിയപ്പെടുന്നത് കന്യാകുമാരി ജില്ലയിൽ. അതിൻ്റെ ഒരു നല്ലൊരു ശതമാനം നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല. അതുപോലെ നോക്കേ, എൻ്റെ തന്നെ ആറൽവായ്മൊഴി ടൗണ് ചതുര കിടക്കാണ്ടില്ലേ, കെട്ടിടങ്ങളെല്ലാം ഇങ്ങനെ പല നിറങ്ങളിലുള്ള ബോക്സുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലെ. കൊള്ളാം അല്ലേ. പിന്നെ കണ്ടില്ലേ, അതാ കന്യാകുമാരിക്കുള്ള ഹൈവേ ആണെന്ന് തോന്നുന്നു കിടന്നു പോണേ. അതങ്ങനെ നമുക്ക് കാണാം, വെസ്റ്റേൺ ഗട്ട്സിൻ്റെ കാഴ്ചകൾ. പിന്നെ അത് ഈ ഒരു സൈഡിൽ വലിയ റിസർവോയർ നമുക്ക് കാണാം, പൊയ്ഗൈ ഡാം. അതാണ് ആ ഡാമിൻ്റെ പേര് കേട്ടോ. ഇറിഗേഷൻ ഡാമാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഡാമില്ലേ, മാമ്പഴത്തുറയാറ്. അപ്പോൾ അതായിട്ട് ചെറിയ സാമ്യമൊക്കെ ഉണ്ട്, വലിപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകും, പക്ഷേ സെയിം പർപ്പസ് തന്നെയാണ്. അതുപോലെ തന്നെ കണ്ടില്ലേ, വെസ്റ്റേൺ ഗട്ട്സിൻ്റെ താഴെയാണ് ഈ ഡാമും ഉള്ളത്. നല്ല കാറ്റുള്ള ടൈമാണേ. അപ്പോൾ നല്ല കാറ്റുള്ള ടൈമിൽ ഇവിടെ നിലയുറപ്പിച്ച് നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മളെ പറിച്ചെടുത്ത് കൊണ്ടുപോകും
ഈ ഹാൻഡ് റെയിൽസൊക്കെ ഇല്ലെങ്കിൽ ഉള്ളൊരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. മുരുകന് സമർപ്പിച്ചിരിക്കുന്ന ഈ ഒരു ക്ഷേത്രം തന്നെയാണ് ഈ മലമുകളിലെ ഏറ്റവും പ്രധാനം. ഈ ക്ഷേത്രം ഇവിടെ AD 9-ാം നൂറ്റാണ്ടിൽ ചോളന്മാരാണ് ആദ്യം നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ പിന്നീട് പാണ്ഡ്യന്മാരും നായ്ക്കന്മാരും ഒന്നുകൂടി ക്ഷേത്രം പുതുക്കി പണിതിട്ടുള്ളതായിട്ടും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും തിരിച്ചിറങ്ങുവാണേ. പിന്നെ അല്പമെങ്കിലും നിരാശയുള്ളത് ഇവിടെ വന്ന ഈ ഒരു ടൈമാണ്. ഇവിടെ ഈവനിങ് വരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് വിഷ്വൽസൊക്കെ എടുക്കാമായിരുന്നു. പിന്നെ നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ പര്യടനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോണ ദിവസമാണ്. അതുകൊണ്ട് ഈവനിങ്ങൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് നാട്ടിലേക്ക് പോകണ്ടല്ലേ. അപ്പോൾ അതാണ് രാവിലെ തന്നെ വന്നത്. അതുമല്ല സൗണ്ട് വീണ്ടും പഴയ പോലെ ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഒരു ടൈമെങ്കിലും വന്നിട്ടോ, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അങ്ങനെ തിരിച്ച് നമ്മൾ യാത്ര ആരംഭിച്ച ബേസിൽ തന്നെ തിരിച്ച് തീട്ടോ. അധികം എഫോർട്ടൊന്നും വേണ്ട മേളിലെത്തുന്നുണ്ടെങ്കിൽ. ആറൽവായ്മൊഴി ടൗണിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററാണ് മേളിൽ വരെ ഉള്ള ദൂരം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്ത് പോയിട്ടും 1 മണിക്കൂർ ചില്ലുവാനം അതേപോലെ ടൈമായിട്ടിലെത്തി. വളരെ എളുപ്പം തന്നെ ഹൈക്ക് ചെയ്യാം. അപ്പോൾ ഈ ആറൽവായ്മൊഴിനെ കുറിച്ച് പലർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കേട്ടറിവാണ്, എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ് കേട്ടില്ലാണ്. അതായത് പണ്ടിങ്ങനെ ഒരു ചൊല്ലുണ്ടായിരുന്നു, ആറൽവായ്മൊഴി കടത്തിവിടുക, ആറൽവായ്മൊഴി കടത്തിവിടുക. അതിങ്ങനെ പറഞ്ഞ് ശോഷിച്ച് ആലുവാമൊഴി കടത്തിവിടുക എന്ന് വരെയായി. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷാവിധിയാണ്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ കേരള സംസ്ഥാനമൊക്കെ രൂപീകരിക്കുന്നതിന് മുന്നേ 3 നാട്ടുരാജ്യങ്ങളല്ലേ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, അങ്ങനെ 3 നാട്ടുരാജ്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ തമിഴ്നാട് അന്ന് പാണ്ഡ്യനാടെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ 1956 ഭാഷാടിസ്ഥാനത്തിൽ, അതായത് സംസ്ഥാന പുനഃസംഘടന നടത്തി ഭാഷാടിസ്ഥാനത്തിൽ 2 സ്റ്റേറ്റുകളായിട്ട് തിരിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ കയ്യിലുണ്ടായിരുന്ന കന്യാകുമാരി തമിഴ്നാടിന് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. അതുവരെ കന്യാകുമാരി നമ്മുടെ കേരളത്തിൻ്റെ തിരുവിതാംകൂറിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഇന്നുള്ള പോലെ തന്നെ കുറ്റം ചെയ്ത ആളുകൾക്ക് വിവിധ രീതിയിലുള്ള ശിക്ഷാവിധികളുണ്ട്. അതിൽ വലിയ കുറ്റമൊക്കെ ചെയ്തവർക്ക്, അതായത് കൊലക്കുറ്റമൊക്കെ അങ്ങനെയുള്ള വലിയ കുറ്റമൊക്കെ ചെയ്തവരെ തൂക്കിക്കൊല്ലുകയും, അതായത് ചെയ്യുന്ന ശിക്ഷയുടെ ഒരു കാഠിന്യം അനുസരിച്ച് പല വിധത്തിലുള്ള ശിക്ഷാവിധികളുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ശിക്ഷാവിധിയായിരുന്നു നാടുകടത്തലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ വിചാരിക്കും നാടുകടത്തലോ അതെന്ത് ശിക്ഷയാണ്, പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ ഫ്ലൈറ്റിനൊക്കെ നാടുകടത്തി വിടുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു ശിക്ഷാവിധിയാണോ എന്നൊക്കെ നമ്മളിപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ചേക്കാം. പക്ഷേ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ അത് വലിയൊരു ശിക്ഷാവിധി തന്നെയായിരുന്നു. അതായത് ഒരു എന്താ പറയുക, ഒരു വധശിക്ഷയ്ക്ക് വിധിക്കുന്ന അത്രയും കാഠിന്യമായൊരു ശിക്ഷാവിധിയായിരുന്നു ഈ നാടുകടത്തലെന്ന് പറയുന്നത്. അപ്പം അന്ന് നമ്മുടെ തിരുവിതാംകൂറിൻ്റെയും അതുപോലെ തന്നെ പാണ്ഡ്യനാടിൻ്റെയും അതിർത്തിയായിരുന്നു ആറൽവായ്മൊഴി ചെക്ക് പോസ്റ്റ്. അവിടെയായിരുന്നു ചുങ്കം പിരിച്ചിരുന്നത്. അപ്പം ഒരു സൈഡിൽ നമ്മുടെ തിരുവിതാംകൂറും അപ്പുറ സൈഡിൽ പാണ്ഡ്യനാടുമായിരുന്നു. അപ്പോൾ തിരുവിതാംകൂറിൽ നിന്നൊക്കെ ഈ നാടുകടത്തൽ ശിക്ഷയ്ക്ക് വിധേയനായ കുറ്റവാളിയെ നാടുകടത്തിയിരുന്നത് ആറൽവായ്മൊഴിയിലേക്കായിരുന്നു. അന്ന് വലിയൊരു പ്രശ്നമുണ്ട്. നമ്മളിന്ന് തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ പല ഭാഗത്തും നമുക്ക് ഈ മുൾച്ചെടികൾ കാണാം അല്ലേ. അങ്ങനെയുള്ള മുൾച്ചെടികൾ മാത്രമുള്ളൊരു പ്രദേശമായിരുന്നു ഈ ആറൽവായ്മൊഴി. അതുപോലെ തന്നെ വനമേഖലയായിരുന്നു. വന്യമൃഗങ്ങളുണ്ടായിരുന്നു, കള്ളന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ പോരാത്തതിന് ആവശ്യത്തിന് വെള്ളം കിട്ടില്ല, ഭക്ഷണം കിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അങ്ങനെ ഇതൊക്കെ കാരണം തന്നെ അധികം ദിവസമൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പതിയെ മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതുമാത്രം വെയിൽ, അതികാഠിന്യമായിട്ടുള്ള വെയിൽ ഒക്കെ കാരണം നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി, അതായത് ഒരു വധശിക്ഷയ്ക്ക് വിധിക്കുന്ന വധശിക്ഷ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മരണത്തിന് കീഴടങ്ങും. ഇതങ്ങനെയല്ല, ഇത് നമ്മൾ നരകിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ശിക്ഷ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ആറൽവായ്മൊഴിയിലേക്ക് നാട് കടത്തിയിരുന്നുകൊണ്ടാണ് ആ ഒരു ചൊല്ലൊക്കെ ഉണ്ടായത്. ആറൽവായ്മൊഴി കടത്തിവിടുകയാണ്, അല്ലെങ്കിൽ ആലുവാമൊഴി കടത്തിവിടുക എന്നൊക്കെ പറയുന്നത്. ഇവിടുത്തെ ഒരു അംഗൻവാടിയാണ് കാണുന്നത്, CSI ഡേ കെയർ സെൻറ്റർ. കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഇതിവിടുന്ന് നോക്കിയാൽ കണ്ടില്ലേ, ആ മല നല്ല വ്യക്തമായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ ഈ ഏരിയയിലൊക്കെ ഒരുപാട് വീടുകൾ കാണാം. നമുക്ക് റെസിഡൻഷ്യൽ ഏരിയ ആണ്. பார்த்தாச்சு. சாப்பிட்டு காலையில் டிஃபன் டிஃபன் சாப்பிட்டாச்சு, லைட்டாக சாப்பிட்டாச்சு. നിങ്ങളുടെ പേര്? എൻ്റെ പേര് ഡ്രൈവർ. അപ്പോൾ നല്ല തെളിച്ചുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ കന്യാകുമാരിയിലെ പെരുമാലയൊക്കെ അടിക്കുന്നത് കാണാമെന്നാണ് അണ്ണൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ ആറൽവായ്മൊഴി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ആ മലയുടെ മേളിലേക്ക് പോകേണ്ട വഴി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നമുക്ക് ഈ ടൗണിൽ തന്നെ ഒരു സ്കൂൾ കാണാം, കണ്ടില്ലേ? അതാണ് സ്കൂളാണ്, അതിൻ്റെ ഒരു ആർച്ചൊക്കെ കാണാം. അപ്പോൾ സ്കൂളിൻ്റെ സൈഡിൽ കൂടെ കിടക്കണ ആ വഴി, ആ വണ്ടി കയറിയപ്പോൾ കണ്ടില്ലേ, അതിന് ഒറ്റ വഴി നേരെ വിട്ടാൽ മതി. നമുക്ക് ഇവിടുന്ന് ആ മല കാണാം. അപ്പോൾ ഈ ആറൽവായ്മൊഴി നല്ല തിരക്കുള്ള, അത്യാവശ്യം
വലിയ ടൗൺഷിപ്പ് തന്നെയാണ് കേട്ടോ. നമുക്ക് ആ മല ഈ ടൗണിൻ്റെ പല ഭാഗത്ത് നിന്നാലും കാണാൻ പറ്റുമേ. അത് കണ്ടില്ലേ, ആ മലയും ആ കോവിലൊക്കെ ഇവിടുന്ന് കാണാം കേട്ടോ. അതുപോലെ തന്നെ എപ്പോഴും തന്നെ ബസ്സുണ്ട് നാഗർകോവിലേക്ക്. കണ്ടില്ലേ, നാഗർകോവിലേക്ക് പോകുന്നൊരു ബസ്സാണ്. കാരണം വെച്ചാൽ പല ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകളായതുകൊണ്ട് തന്നെ എപ്പോഴും തന്നെ ബസ് കിട്ടും. നമ്മളിപ്പം തൂത്തുക്കുടിക്ക് പോകുന്ന ബസ്സിന് കയറിയാണ് വന്നത്. അങ്ങനെ പല ഭാഗത്തേക്ക് പോകുന്ന ധാരാളം ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. പഴയൊരു സ്ട്രീറ്റിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടല്ലോ, ഇവിടെ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം തന്നെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. കണ്ടില്ലേ, കൂടുതൽ തന്നെ അതെ. അതിൽ കടകളാണ് പ്രധാനമായിട്ടും. അതുപോലെ നേരെ മുന്നിലായിട്ടൊരു അമ്പലത്തിൻ്റെ കവാടം കാണാം, മീനാക്ഷി അമ്മൻ കോവിൽ. അതുകൊണ്ട് അതിൻ്റെ പുറകിലായിട്ട് വലിയൊരു മലയുണ്ട് കേട്ടോ. ആ കോവിൽ ഒത്തിരി ദൂരെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ടൗൺഷിപ്പാണ് നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ടില്ലേ. അപ്പോൾ എത്രത്തോളം കെട്ടിടങ്ങളാണിങ്ങനെ ചതറി കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ വീടൊക്കെ നോക്കിയിട്ടുണ്ടല്ലേ, ഇത് ഈ അഗ്രഹാരങ്ങളാണേ. അതുപോലെ പുതിയ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാം, ചെറിയ ഫ്ലാറ്റുകൾ കാണാം. ഇവിടെ നല്ല ഭക്ഷണം കിട്ടുന്ന നല്ല കടകളൊക്കെ, റെസ്റ്റോറൻറ്റുകളൊക്കെ വളരെ കുറവാണ്. ഞാനിങ്ങനെ കുറേ തിരക്കിയതിന് ശേഷമാണ് അല്പമെങ്കിലും വൃത്തിയുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത്. അപ്പോൾ അവിടെ കയറി ഒരു ബിരിയാണി കഴിച്ചു. 150 രൂപ ബിരിയാണിക്ക്. അത്യാവശ്യം സ്പൈസി ആറുണ്ട്, കുഴപ്പമില്ല. നമ്മൾ തമിഴ്നാട് വരുമ്പോൾ പ്രധാനമായിട്ട് അങ്ങനത്തെ ബിരിയാണിക്കാണല്ലോ കിട്ടുന്നത്. പിന്നെ ഒരു ചിക്കൻ പീസ് ഉണ്ടാവുള്ളൂ. തമിഴ്നാട്ടിൽ പൊതുവായിട്ട് ബിരിയാണിയുടെ കൂടെ ഒരു ചിക്കൻ പീസും അതുപോലെ ഒരു എഗ്ഗും. അപ്പോൾ ആറൽ വായ്മൊഴി ടൗൺ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു ജംഗ്ഷനുണ്ട്. ഇതുകൊണ്ടല്ലേ, ഇത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അതുപോലെ തന്നെ നേരെ അപ്പോൾ ഒന്ന് കന്യാകുമാരിക്ക് പോകുന്ന മെയിൻ റൂട്ടാണ് ആറൽ വായ്മൊഴി. ഇവിടെ ഇതവിടെ പോലീസ് സ്റ്റേഷൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ കാണുന്നത് ഇവിടുത്തെ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്ന സ്ഥലത്തായിരുന്നു ഞാൻ പറഞ്ഞ പണ്ടത്തെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നെന്നും നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. പഴയ തിരുവിതാംകൂറിൻ്റെ ചില ഭാഗങ്ങളുടെയൊക്കെ സഞ്ചരിക്കുമ്പോഴത്തേനും കൊട്ടാരങ്ങളും അതുപോലെ ചരിത്ര സ്മാരകങ്ങളും ചരിത്ര അവശേഷിപ്പുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അതിൽ വലിയൊരു ചരിത്ര അവശേഷിപ്പ് എന്ന് തന്നെ പറയാം. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത് കേട്ടോ. ആറൽ വായ്മൊഴി പോലീസ് സ്റ്റേഷൻ്റെ പിന്നിലായിട്ട് നമുക്ക് പശ്ചിമഘട്ട മലനിരകൾ കാണാം, കണ്ടില്ലേ. അപ്പോൾ അതുപോലെ നേരെ ഓപ്പോസിറ്റായിട്ട് വീണ്ടും നമുക്ക് പശ്ചിമഘട്ട മലനിരകൾ കാണാം. അപ്പോൾ ഈ രണ്ട് പശ്ചിമഘട്ട മലനിരകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ പഴയ കാലത്തൊരു കോട്ടയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ചരിത്ര അവശേഷിപ്പ് എന്ന് പറഞ്ഞു. ആ ചരിത്ര അവശേഷിപ്പുകൾ ഇവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആറൽ വായ്മൊഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലൂടെയാണ് നമുക്കിനി സഞ്ചരിക്കേണ്ടത് കേട്ടോ. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തി കുറച്ച് ഭാഗം കാണാം അല്ലേ. അതുപോലെ അവിടെ ഇങ്ങനെയുള്ള കരിങ്കൽ പാളികളും അതുപോലെ ചുടുകട്ട വെച്ച് കിട്ടിയ കെട്ടുകളും കാണാം. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ നിരവധി അവശിഷ്ടങ്ങൾ നമ്മൾ ഈ പോകുന്ന വഴിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴിയിലൂടെ അല്പദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആറൽ വായ്മൊഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. പോകുന്ന വഴിക്ക് വലതുവശത്തായിട്ട് കുറേ മരങ്ങൾ വളർന്നു നിൽക്കുന്നതാണ് അല്ലേ. അത് മുൾമരങ്ങളാണ്, മുൾച്ചെടികൾ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതിങ്ങനെ വൃക്ഷങ്ങളായിട്ട് വളർന്നു നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തോടെയാണ് ആ കോട്ട ഉണ്ടായിരുന്ന കേട്ടോ. അതിൻ്റെ അവശിഷ്ടങ്ങൾ നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഇവിടെയാണ്. ഇവിടുന്ന് പോലെ നമുക്ക് കാണാം കേട്ടോ. അത് കണ്ടില്ലേ, ഈ കിടക്കണ ഇതൊക്കെ ആ കോട്ടയുടെ ഭാഗങ്ങളാണ്. കണ്ടില്ല, കല്ലൊക്കെ കണ്ടില്ല. അതുപോലെ കെട്ടുകൾ നമ്മൾ ആദ്യം അവിടെ കണ്ട പോലെയുള്ള ചുടുകട്ട വെച്ച് കെട്ടിയ കെട്ടുകൾ, ഇതൊക്കെ ഇങ്ങനെ പല രൂപങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതൊക്കെ മണ്ണിലങ്ങനെ ഉറച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ചിന്നിച്ചെതറി കിടക്കുവാണ് പല ഭാഗങ്ങളിലായിട്ട്. ഇതൊക്കെ ഈ പറമ്പ് നിറയെ ഈ അവശേഷിപ്പുകൾ തന്നെയാണ് കിടക്കുന്നത്. ഇത് കണ്ടില്ലേ, ഏകദേശം ഒരു രൂപം നമുക്ക് മനസ്സിലാവും ഈ കെട്ട് കണ്ടു കഴിഞ്ഞാൽ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ആയിരുന്നു കെട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, എൻ്റെ പ്ലാസ്റ്ററിങ് ഒക്കെ ഇളകി പോയിട്ടുണ്ട്. ഇവിടെ കല്ലും ഈ കട്ട മാത്രമല്ല കേട്ടോ, കല്ലൊക്കെ വെച്ചിട്ടാണ് കിട്ടിയേക്കുന്നത്. നോക്കി, ഇത് കണ്ടില്ലേ, കല്ലും ചുടുകട്ടയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ കാണുന്നത് ആറൽ വായ്മൊഴി ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അതിൻ്റെ മുകൾ വശം കണ്ടോ, ശരിക്കും ഒരു കോട്ടയുടെ ആ ഒരു ഷേപ്പ് ഇപ്പോഴും നമുക്ക് കാണാം, ഇങ്ങനെ സ്ലോപ്പായിട്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അവശിഷ്ടങ്ങൾ ചിന്നിച്ചെതറി ഇതിൻ്റെ അകത്തോടെ കിടക്കുവാണ് കേട്ടോ. എത്ര നടന്ന് കണ്ടാലും തീരില്ല, അത്ര മാത്രമുണ്ട്. ഈ മുള്ളിച്ചെടികൾ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. എൻ്റെ മേളിലൊന്ന് കയറി കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെയുള്ള ഏകദേശം പൂർണ്ണമായിട്ടുള്ള രൂപങ്ങളൊക്കെ ചിലപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇതൊക്കെ ആ കോട്ട മതിലിൻ്റെ അവശേഷിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ. ഈ സുർക്കി മിശ്രിതമാണെന്ന് തോന്നുന്നു, ചുണ്ണാമ്പൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതമായിരിക്കും. അന്നത്തെ കാലത്ത് ഈ സിമെൻറ്റും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ
സുർക്കി പോലെയുള്ള അങ്ങനെയുള്ള ഉപാധികളൊക്കെ തേടിയല്ലേ ഇങ്ങനെയുള്ള കെട്ടുകളെല്ലാം ഈ കോൺക്രീറ്റിന് പകരം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ താഴെ ആ ഭാഗത്തൊക്കെ വീടുകളും അതുപോലെ ടൗണിൻ്റെ ഒക്കെ ഭാഗങ്ങളാണ് കേട്ടോ. ടൗണിനോട് വളരെ അടുത്താണ് ഈ സ്ഥലമൊക്കെ ഉള്ളത്. ഈ കോട്ട നിന്നിരുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയുടെ ചരിത്രം അല്പം ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ നിർണായകമായിട്ടുള്ളൊരു പ്രതിരോധ അതിർത്തിയായിരുന്നു. അപ്പോൾ ഈ കോട്ട ഇവിടെ നിർമ്മിക്കുന്ന 1744 കാലഘട്ടത്തിലെ ഡച്ച് കമാൻഡറായിരുന്ന യൂസ്റ്റാച്ചിയസ് ഡി ലനോയി ആയിരുന്നു. അതിനുശേഷം 1809 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുത്തു. 1810 അവർ ഈ കോട്ട തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന അവസ്ഥയിലേക്ക് ഈ കോട്ട മാറിയത്. അപ്പോൾ ഈ കോട്ടയുടെ നിർമ്മാണത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂസ്റ്റാച്ചിയസ് ഡി ലനോയി ആണെന്ന് പറഞ്ഞല്ലോ ഈ കോട്ട നിർമ്മിച്ചത്. അദ്ദേഹം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാവിക കമാൻഡറായിരുന്നു. അപ്പോൾ 1740s നടന്ന കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യത്തോട് പരാജയപ്പെട്ട അദ്ദേഹം പിന്നീട് മഹാരാജാവ് മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള കമാൻഡർ ഇൻ ചീഫായി. അങ്ങനെ തിരുവിതാംകൂർ സൈന്യത്തെ കൂടുതൽ ആധുനികവൽക്കരിക്കാനും അതുപോലെ തന്നെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചത് കേട്ടോ. പ്രധാനമായിട്ടും കിഴക്ക് ഭാഗത്തു നിന്നുള്ള മദ്രാസ് പ്രസിഡൻസിയുടെ ആക്രമണങ്ങൾ ചെറുക്കാനും അതുപോലെ തിരുവിതാംകൂർ രാജ്യത്തിനെ സംരക്ഷിക്കാനും വേണ്ടി പശ്ചിമഘട്ടത്തിലെ ഒരു പർവ്വത വിടവായ ആറൽവായ്മൊഴി അതായത് ഈ ചുരം തടയുന്ന രീതിയിലായിരുന്നു കോട്ട രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, വലിയൊരു ചരിത്രം അല്ലെങ്കിൽ ഒരു ചരിത്രാവശേഷിപ്പ് തന്നെയല്ലേ. ഈ ആറൽ വായ്മൊഴി എന്നുള്ള പേര് വന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പദങ്ങളാണ്, ആറൽ അതുപോലെ തന്നെ വൈമൊഴി. ആറൽ എന്ന പദം ഉരുത്തിരിഞ്ഞത് കോട്ടയിൽ നിന്നാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. പിന്നെ വൈമൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് അല്ലെങ്കിൽ ഒരു പാസേജ്, ഉയർന്ന കാറ്റിൻ്റെ വേഗതയുള്ള ഒരു പർവ്വത ചുരം എന്ന രീതിയിൽ പ്രശസ്തമാണ് ഈ ആറൽ വായ്മൊഴി. അങ്ങനെയാണ് ഈ ആറൽ വായ്മൊഴി എന്നുള്ള പേര് വന്നതെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ചെക്ക് പോസ്റ്റിൻ്റെ ആ ഒരു സ്ഥാനത്ത് തന്നെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഞാനിവിടെ കുറേ പേരെടുത്ത് ചോദിച്ചു നോക്കി. ചില മുതിർന്ന ആളുകൾ പറഞ്ഞതനുസരിച്ച് അതാവാനാണ് സാധ്യത കേട്ടോ. അതായിരിക്കും കാരണം വെച്ചാൽ ഈ കോട്ടയൊക്കെ ഏകദേശം അതായിരുന്നു, ഈ കോട്ട അതിർത്തിയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും അവിടെ ആയിരുന്നിരിക്കാം പണ്ടത്തെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കാലത്ത് ആ കോട്ട ഉയർന്നു നിന്നിരുന്ന ആ വഴിയിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വഴി എന്ന് പറഞ്ഞാൽ ആ കോട്ടയുടെ ബേസ്മെൻറ്റാണ് ഇത്. ഇത്രയും ഭാഗം ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തി ഉള്ളത്. അതായത് ഈ കോട്ടയുടെ അവശേഷിപ്പുകളായിട്ട് നമ്മൾ കാണുന്ന ആ ചുടുകട്ടയും കൊണ്ട് കെട്ടിയ കെട്ടുകളും അതുപോലെ കരിങ്കലിൻ്റെ വലിയ പാളികളൊക്കെ കാണാം. പിന്നെ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തി നിർത്തിയേക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ആ മലയുടെ അവിടുന്ന് തുടങ്ങിയിട്ട് അടുത്ത മലയിലേക്ക്. അപ്പോൾ എത്ര നീളത്തിലാണെന്ന കോട്ട ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് നശിപ്പിച്ച് കളഞ്ഞിട്ടോ ഈ കാണുന്ന അവശേഷിപ്പുകൾ. അത് പല ഭാഗത്തായിട്ട് ഇങ്ങനെ ചെതറി കിടക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. കണ്ടില്ലേ, നമുക്ക് ഈ നടക്കുന്ന വഴിയിൽ പല ഭാഗത്തും കാണാം കേട്ടോ. പിന്നെ ഇതിൽ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നടക്കണം. എൻ്റെ കാല് നിറയെ കേട്ടോ മുള്ള് കയറിയതുമാണ്. ഈ മുൾച്ചെടികളും അതുപോലെ മുൾമരങ്ങളും വലിയ വൃക്ഷങ്ങളൊക്കെ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാലത്ത് ഈ നാട്ടിൽ ഈ മുൾച്ചെടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലോചിച്ച് നോക്കി. ഇപ്പോഴും ധാരാളം കാണാം കേട്ടോ. ഈ കോട്ട പോകുന്ന വഴിയിൽ ഇത് മാത്രമേ ഉള്ളൂ, ഇങ്ങനത്തെയുള്ള മരങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ കള്ളിമുൾച്ചെടികളും. ഇത് അത്രയും പ്രാധാന്യം, അതായത് അത്ര ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ഇത് ആർക്കും തന്നെ അറിയില്ല എന്നുള്ളതാണ്. ഇവിടെയുള്ള പുതിയ ആളുകൾക്കൊന്നും അറിയില്ല. പിന്നെ പഴയ കാരണന്മാരൊക്കെ ചോദിച്ചിട്ടാണ് അവരെനിക്ക് സ്ഥലം പറഞ്ഞു തന്നെ കേട്ടോ. ഇത് അറിയാനായിട്ടൊന്നുമില്ല. അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ പോകുന്നില്ല, ചെക്ക് പോസ്റ്റിൽ നിന്ന് തൊട്ടടുത്തായിട്ടാണ്. നമുക്ക് റോഡിലേക്കാണ്, റോഡിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കാണാമല്ലോ. നടക്കാനാണെങ്കിൽ ഒരുപാട് ദൂരം ഉണ്ടായി. ആ റെയിൽവേ സ്റ്റേഷൻ ആറൽവായ്മൊഴി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വരെ ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെയാണല്ലോ ഒത്തിരി ദൂരെയാണ് ആ മലയുള്ളത്. ആ മലയുടെ അങ്ങോട്ടാണ് ബന്ധിപ്പിച്ചിരുന്നത്. ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ചൊരു ബോർഡ് പോലും ഇല്ല, ഇങ്ങനെ കോട്ട ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ബോർഡ് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. അതാണ് ഇങ്ങനെ കോട്ട ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അല്ല നമ്മളിത് അറിഞ്ഞിട്ട് വന്ന് ഇതുപോലെ കണ്ടുപിടിക്കണം. ഇത് കണ്ടില്ലേ, എൻ്റെ അമ്മ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ നോക്കി. ഇത് കണ്ടോ, ആ മതിൽ, കോട്ട മതിൽ ഇവിടുന്ന് തകർത്തതിൻ്റെ ഒരെണ്ടാണ് ഈ കാണുന്നത്. കണ്ടല്ലോ, ഒരെണ്ട്. അതുപോലെ ഒരെണ്ട് അവിടെയും കാണാം. ഇതൊക്കെ എന്താ പറയുക, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പോലെ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, അത് അവർ മുൻകൈ എടുത്തിട്ട് സംരക്ഷിച്ച് നിർത്തേണ്ടതല്ലേ. ഇത് ചരിത്രത്തിൻ്റെ ഒരു എന്താ പറയുകയെന്ന് ആലോചിക്കുക, ചരിത്രത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെയല്ലേ. കണ്ടോ, അപ്പോൾ ഇവിടുന്ന് ഇത് വിട്ടുപോയേക്കുവാണ്. കണ്ടില്ലേ, അതിൻ്റെ ഒരു പൂർണ്ണ രൂപം മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ നടുക്കോടെയാണ് ആ ഗ്യാപ്പ്.
തീർച്ചയായിട്ടും കാണേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. നമ്മുടെ തിരുവിതാംകൂറിൻ്റെ വലിയൊരു ചരിത്രമാണ് ഈ ഒന്നുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ തകർന്ന് കിടക്കുന്നത്. ഇതുണ്ടല്ലേ കരിങ്കല്ലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ കോട്ട നിർമ്മിക്കാനായിട്ട്. കണ്ടോ, കരിങ്കൽ പാളികളും കൂടുതലും ഈ ചുടുകട്ടയും അതുപോലെ ചുണ്ണാമ്പ് മിശ്രിതം തോന്നുന്നു. ചുണ്ണാമ്പ് മിശ്രിതം കൂടെ കൂട്ടിയിട്ടാണ് ഈ കെട്ട് പണിതേക്കുന്നത്. ഒരു പൂർണ്ണമായിട്ടുള്ളൊരു കോട്ട കാണുന്ന പോലെയല്ല, ഇങ്ങനെയുള്ളൊരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ ഉള്ളൊരു നമ്മുടെ ഒരു മനസ്സിൽ തോന്നുന്നൊരു വികാരം എന്ന് പറയുന്നത്. എൻ്റെ പൊന്നെ കണ്ടോ, ഇതാണ് മെയിൻ വില്ലനേൻ്റെ. അതെ, ഇത് കണ്ടോ, ആ മുൾക്കാട് വലിയ വൃക്ഷങ്ങളും ഉണ്ട്. ഇതിങ്ങനെ ഞാൻ വിചാരിച്ചത് ചെടിയായിട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇങ്ങനെ വലിയ വൃക്ഷങ്ങളൊക്കെ ആയിട്ട് ഈ ഭാഗത്തിങ്ങനെ വളർന്നു നിൽക്കുന്നതാണ്. അപ്പോൾ ആ കാണുന്നതാണ് ആറൽവായ്മൊഴി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം കാണണമെന്നുണ്ടെങ്കിൽ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ആറൽവായ്മൊഴി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വരിക. അവിടെ നിന്ന് നോക്കി കാണാട്ടോ നമുക്ക് ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. നമ്മുടെ കന്യാകുമാരി ജില്ലയിലൂടെ നടത്തിയ നമ്മുടെ ഒരു ചെറിയ യാത്ര 3 വീഡിയോസ് ഉണ്ടായിരുന്നു. ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി വേറെ സ്ഥലങ്ങളിലേക്ക് പോകണം. അപ്പോൾ ഈ 3 വീഡിയോസും 3 ടൈമിലായിട്ട് ചെയ്തതാണ്. നാട്ടിൽ നിന്ന് വന്നും പോയായിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഇവിടെ താമസിച്ചിട്ട് ചെയ്തതല്ല. അതുകൊണ്ടാണ് താമസമൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. സ്റ്റേ ചെയ്തതല്ല, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.